എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മുട്ടയും നേന്ത്രപ്പഴവും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ മുട്ട എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. മുട്ടയുടെ ഈ ഒരു വെള്ളയും മഞ്ഞയും നമുക്കൊന്ന് വേർതിരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു മഞ്ഞക്കരു നമുക്കൊരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഒരു 2 മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു മഞ്ഞക്കരു ഒന്ന് വേർതിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ മുട്ടയുടെ ഒരു മഞ്ഞയും വെള്ളക്കരും ഞാനിവിടെ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാലൊന്ന് തിളപ്പിച്ചിട്ട് അതിന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയുടെ വെള്ള നല്ല പോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് ബീറ്റർ വെച്ചിട്ടൊന്ന് നല്ല പോലെ തന്നെ മുട്ടയുടെ ഈ ഒരു വെള്ള ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളിത് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ നല്ല പോലെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. കുറച്ച് സമയം കൂടുതലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല പതപ്പിച്ചിട്ട് തന്നെ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു നേന്ത്രപ്പഴത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ മഞ്ഞക്കരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ ഇതുപോലെ ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. ഇതുപോലെ കുറച്ച് വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ല് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/4 കപ്പിൻ്റെ ഒരു പകുതി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യമേ നമ്മൾ 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം ഒരു 1/4 കപ്പിൻ്റെ പകുതി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി മൈദാമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇരുന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒട്ടും തന്നെ കട്ടകൾ വരാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കപ്പിൻ്റെ അളവ് പറയുന്നത് ഒരു കപ്പ് 250 ml അളവ് വെച്ചിട്ടാണ്. സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ് അളവിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഒരു 1/4 കപ്പ് പാലിൻ്റെ ബാക്കിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ആദ്യം നമ്മൾ നേന്ത്രപ്പഴം അടിച്ചെടുത്ത ഒരു സമയത്ത് 1/4 കപ്പ് പാല് ചേർത്തിരുന്നു. അപ്പോൾ ഈ ഒരു പാലും കൂടി ചേർത്തിട്ട് ടോട്ടൽ നമ്മളിതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവിൻ്റെ ഒരു കട്ടി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിൻ്റെ ബാക്കിയുള്ള ഒരു പകുതി മാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു സമയത്ത് നല്ല പോലെ തന്നെ നല്ല പഞ്ഞി പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ടയുടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ.
മുട്ടയുടെ വെള്ളം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്പീഡിൽ നമ്മൾ ഇതിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ട. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ വെള്ളം കൂടെ നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ ഒരു വെള്ളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. സാധാരണ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ആക്കുന്ന പോലെ ആ ഒരു കട്ടിക്കല്ല മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് ഒരുപാടല്ല, ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് ബാറ്ററിൻ്റെ ഒരു കട്ടിയും കൂടി പോകാൻ പാടില്ല. ഇനി ചെറിയ ചൂടുള്ള ഈ ഒരു പാനിലേക്ക് നമുക്കൊരു ബട്ടർ കുറച്ചൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീർന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമ്മളൊരു മുകൾ വശം ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതുപോലെ മുകൾ വശത്തെ ഒരു മാവൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ ഒരുപാട് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ വീണ്ടും ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നമ്മുടെ ഒരു കുഞ്ഞി പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൻകേക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് തേനോ അല്ലെങ്കിൽ ന്യൂട്രല്ല തേച്ച് കൊടുക്കുകയോ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടോ കഴിക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.